ഇന്നേ നമ്മൾ വൈകുന്നേരത്തെ വിശേഷമാണേ. മഴ വരുന്നുണ്ട് തോന്നുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഒരു 5 മണിയൊക്കെ ആയിട്ടുള്ളൂ. മൂടി കെട്ടിയൊരു കാലാവസ്ഥ കണ്ടില്ലേ. മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യത ഉണ്ട്. ഇന്ന് നമ്മളില്ലേ ഒന്നും കറി വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഉച്ചയ്ക്ക് കൂട്ടാൻ വയ്ക്കാൻ കഷ്ണമില്ലാണ്ടല്ല, കറി വെച്ച് കഴിഞ്ഞ് വെച്ചാൽ കുട്ടികൾക്കൊക്കെ ഞാൻ പറഞ്ഞില്ലേ മോരൊക്കെ ഉണ്ടെങ്കിൽ അവർ അത് കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ വൈകുന്നേരത്ത് ചോറിനതാ പിന്നെ വെള്ളച്ചോറും ഉണ്ടായിരുന്നേ. അപ്പോൾ ചോറും വെച്ചിട്ടുണ്ടായിരുന്നില്ല. എപ്പോഴാണ് ചോറും വെക്കുന്നത്. അതാ അരി അടുപ്പത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കായല്ലേ, ഈ ഒരു 3 പൊന്തങ്കായ ഇരിക്കുന്നുണ്ട്. ഈ പൊന്തങ്കായ എടുത്തിട്ട് ഉപ്പേരിയും വയ്ക്കാം. നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഒരു തട്ടിക്കൂട്ട്, ഒരു നേരത്തേക്കല്ലേ വേണ്ടുള്ളൂ. എന്തെങ്കിലും തട്ടിക്കൂട്ട് കറി ചെയ്യുക. ഏട്ടനൊക്കെ ഓട്സാണ് കേട്ടോ രാത്രിയിൽ. മക്കൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഉണ്ടാക്കുക. അതാ കണ്ടോ മുരിഞ്ഞുണ്ടായിരിക്കുന്നത്, കണ്ടില്ലേ. കളിച്ചതും പപ്പടം വറുത്തതും കായപ്പേരിയും എങ്ങനെ ഉണ്ടാവും സോനിയെ? മുരിഞ്ഞ താളിച്ചതും. എടി തുള്ളി വെള്ളം തളിച്ചടിക്ക്, ശ്വാസം മുട്ടും പെണ്ണേ. ചാണകം കൊണ്ടുവന്നതാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞു. പിന്നെ ഞാൻ കുറച്ച് ദിവസമായി പോയിട്ട് അതിന് എന്താ ഇനി ചാണകം എടുത്തിട്ട് വരാൻ പോണേ. അപ്പം അത് നേരത്തെ ഇങ്ങോട്ട് ചെയ്യാറില്ലേ? ഈ കണ്ട പൊടിയൊക്കെ വലിച്ചേച്ചപ്പോഴാണ് ഇപ്പോൾ എന്താ ചെയ്യ സുകന്യെ. കുറച്ച് അടുപ്പിക്കും തളിക്ക്, പുക വരണ്ട. ഞാനതാ പറഞ്ഞതേ, ഞാൻ അടിക്കുന്ന സമയത്ത് വെള്ളം തളിക്കും. എനിക്ക് ഇല്ലേ അല്ലെങ്കിൽ അലർജി ഉള്ളതാ. അലർജിയുടെ അഭിഷേകമാവും. ഇതൊക്കെ നേരത്തെ ചെയ്യണേ. ഇതൊക്കെ ചെയ്തിട്ടാണ് അടിക്കുക. അടി കഴിഞ്ഞിട്ടല്ലേ വെള്ളം തളിക്കുക. വല്ലാത്ത ജാതി. ചാത്തപ്പനെ മറ്റേ ചാത്തപ്പനെ കണ്ടുകൂടാ. അതിന് കണ്ടാ കൊത്തും. എമ്മാതിരി കൊത്തു പറഞ്ഞിട്ടാ. അവന് മോശക്കാരനല്ല. ഇങ്ങോട്ട് കിട്ടുമ്പോ അങ്ങോട്ട് കൊടുക്കണ്ടാവൻ. ഇങ്ങോട്ട് കൊത്തുമ്പോ അങ്ങോട്ട് കൊത്തുണ്ടാവൻ. ഓടും. പിന്നെ അവൻ ആൺകുട്ടിയതേ. അതന്നെ. ഉള്ളിയൊക്കെ കഴിച്ചു. 1 കിലോ ഉള്ളി, വലിയ ഉള്ളി 1 കിലോ വലിയ ഉള്ളി കാണാല്ല. ഉള്ളി കാണാല്ല. ഇന്നൊന്ന് മുളക് വറുത്ത പുളി തന്നെ. ഒന്നുകൂടെ സന്തോഷമായല്ലോ അല്ലേ അനക്ക്? ഇന്ന് പുളി കൊടുന്നോ സുകന്യെ? ആ പെരിച്ചാഴിയുടെ പൊത്തിൻ്റെ അടുത്ത് അതിൻ്റെ ഉമ്മറക്കൊന്ന് നന്നായി അടിച്ചു വൃത്തിയായി കൊടുക്കട്ടോ. അതിൻ്റെ കൂടിൻ്റെ ഉമ്മറൊക്കെ നേരെ വൃത്തിയായി കൊടുക്കുക പറയാം. അത് ഇറങ്ങി നടക്കണ്ടല്ലേ, നാളെ കാണും മോശമല്ലേ പെരിച്ചാഴിക്ക്. അതിൻ്റെ കൂടിൻ്റെ ഉമ്മറം പിന്നെ ആരും ഒന്ന് അടിക്കാനാണ് അതിന് പറ്റിയപ്പോൾ. അത് ജീവിക്കണ്ടേട്ടാ എന്നെ പറഞ്ഞേ. അതിൻ്റെ കൂടിൻ്റെ ഉമ്മറക്കാലം വൃത്തിയായി കൊടുക്കുക പറഞ്ഞാൽ ഞാനും ആരെ ചെയ്ത് കൊടുക്കുള്ളൂ. ഇവിടെ ഞാനേ അപ്പുറത്ത് പോയിട്ടൊരു കാര്യമുണ്ട് കേട്ടോ. ഇപ്പം വരാം. നിങ്ങൾ വരണോ? അല്ലേ. അപ്പോൾ നമ്മൾ വൈകുന്നേരത്ത് മുളക് വറുത്ത പുളിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കായപ്പേരി, മുളക് വറുത്ത പുളി, പപ്പടം കാച്ചിയത്, മാങ്ങ ചമ്മന്തി. ലാസ്റ്റ് മുളക് വറുത്ത പുളിക്ക് തന്നെ സുകന്യക്ക് സന്തോഷമാവുന്നുള്ളത്. ആ ചോറൊരു പാത്രത്തിലേക്ക് മാറ്റി. പൂച്ച തലിട്ടോക്കുമ്പോൾ ഇങ്ങനെ ചട്ടി തലയിരുന്നു. അത് ഇന്ന് ചോറ് വെച്ചിട്ടില്ലേ. ഇന്ന് ചോറ് വെച്ചിട്ടില്ല. ഞാൻ ചോറിനിട്ടില്ല, സുകന്യ ചോറിനിട്ടില്ല. ഉച്ചക്ക് അച്ചോട്ടി ചോറിനിട്ടില്ല. എന്താ നിങ്ങൾക്ക് 3 നേരം ഇങ്ങനെ ശരിക്കും ഇരിക്കണെന്ന് പറഞ്ഞാൽ ഞാൻ പണി ലാഭം കേട്ടോ. സത്യം എന്നെ ഇങ്ങനെ പോയാൽ എല്ലാ ദിവസവും ഇങ്ങനെ 3 നേരം ചൂട് കയറുന്നേ. സത്യം പറയാലോ, ചൂട് വേനൽക്കാലം കഴിയുന്നുണ്ടാവല്ലേ ചൂട്. ഭക്ഷണം കഴിക്കാൻ തോന്നില്ല കേട്ടോ. വേറുള്ളതും പോലെയല്ലേ. അവളെ ഏതും കൊണ്ടാ ചോറ് വരണ്ടി എടുത്ത് നോക്ക്, ചട്ടുകം കൊണ്ട്. അപ്പോൾ നമ്മുടെ ഇഞ്ചി എപ്പോഴാ കുഴിച്ചിടുക? ഇഞ്ചി കുഴിച്ചിട്ടുണ്ടായിരുന്നു. എന്താണെന്നറിയോ, വേഗം ഉണ്ടാക്കണ. കിച്ചൂട്ടൻ വന്നു കഴിഞ്ഞാൽ ട്യൂഷൻ കഴിഞ്ഞ് വന്നാൽ അവന് വിശക്കിട്ടോ. അപ്പം അവൻ വിശക്കുകയെന്ന് പറഞ്ഞാൽ ചോറില്ലെങ്കിലും കൂട്ടല്ലെങ്കിലേ കരയാൻ തുടങ്ങും. പെൺകുട്ടികളുടെ പോലെയാണ് ഈ ഈ ഈ പറഞ്ഞിട്ട് കരയും കേട്ടോ. അവന് ചായ വേണമെന്നില്ല, പക്ഷെ അവൻ എന്തെങ്കിലും ചോറില്ല പറഞ്ഞിട്ടല്ലേ എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കണേ.
ഇല്ല പറഞ്ഞല്ലേ ഒന്ന് കരച്ചിലായി, അവന് സങ്കടം വരവായി ഒക്കെ. അപ്പോൾ ഇന്ന് ആണ് പറഞ്ഞ വെച്ചാൽ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഞാനേ ഒന്നും ഉണ്ടാക്കിയില്ല. എന്താ ഇതും കൊണ്ട് ഞാൻ കായ കണ്ടില്ലേ, ആ കായം കൊണ്ട് ബജ്ജി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാണ്. പിന്നെയും നമുക്ക് ഹോർമോൺ വില്ലനായിട്ട് വന്നു. അപ്പം അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പം അത് കാരണം ഒന്നും ഉണ്ടാക്കാൻ വയ്യായിരുന്നു. എന്താണല്ലേ സുകന്യ സുഖം? 10 ദിവസം ആവുമ്പോഴേക്കും ഞാനത് കഴിഞ്ഞ പ്രാവശ്യം തന്നെ പറഞ്ഞല്ലേ, അപ്പോൾ ഡോക്ടറെ കാണാമെന്ന് പറഞ്ഞല്ലേ. ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ ഈ മരുന്നിന് അവരെന്താണെന്നറിയോ പറയുന്നത്? ഡോക്ടർ എന്താ തരിക? അങ്ങനെയല്ല കേട്ടോ. ഡോക്ടർ എന്താ പറഞ്ഞറിയോ? ഡോക്ടർ ഡോക്ടർ പറഞ്ഞു എന്താ ഗർഭപാത്രം എടുത്തു കളയാൻ പറഞ്ഞു. അപ്പം ഞാൻ എന്താണെന്നറിയോ, അല്ലെങ്കിൽ ഇപ്പം ഞാൻ അത്യാവശ്യം തടിച്ച് ഈ ഹോർമോൺ ഗുളികയൊക്കെ കഴിക്കുമ്പോൾ തടിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഈ മരുന്നും കൂടി ഇതും കൂടി എടുത്ത് കളഞ്ഞു കഴിഞ്ഞു വെച്ചാൽ ഇപ്പോൾ എല്ലാം കൊണ്ടും തിരിച്ചിലാണ്. എൻ്റെ ഏട്ടനെ ഓപ്പറേഷത്തിൻ്റെ കാര്യമായിട്ട് അവിടെ അമ്മ തിരിച്ചിലുകൾ, ഇവിടെയെന്ന് പറഞ്ഞു വെച്ചാൽ ഇവിടുത്തെ അമ്മ തിരിച്ചിലുകൾ. ഇപ്പോൾ വയ്യാതെ ഒരിടത്ത് കടന്നു കഴിഞ്ഞ് വെച്ചാൽ എന്താ ചെയ്യാൻ പറ്റുമോ? എടുത്തും കളഞ്ഞു കഴിഞ്ഞ് വെച്ചാൽ റെസ്റ്റ് വേണ്ടേ? റെസ്റ്റ് ഇല്ലാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ അതൊരു ചെറിയൊരു പേടിയല്ലേ? എനിക്ക് പേടിയുണ്ട് കേട്ടോ. കാരണം എൻ്റെ അന്വേഷണമില്ലേ, അടുക്കളയത്തെ കാര്യങ്ങളൊന്നും അങ്ങനെ അറിയില്ല. പക്ഷേ നിവർത്തിയില്ലെങ്കിൽ ചെയ്യാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ ചെയ്യും. പക്ഷേ അപ്പോൾ ഞാനിങ്ങനെ പോണോടത്തോളം എടുത്ത് കളയുക എന്ന് പറയുമ്പോൾ എനിക്ക് സത്യം പറയാച്ചാൽ നല്ല പേടിയാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല ഇനി കേട്ടാ. അതിപ്പോ ഒരു ഡോക്ടറെ കാണിക്കുന്നല്ലേ, ഇനി ഒരു ഡോക്ടറെയും കൂടി കാണിക്കണേ. സീനിയർ ആയിട്ട് ഡോക്ടറെ പോയിട്ട് കാണാം. ഇപ്പോൾ എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു മാസത്തിൽ 3 പ്രാവശ്യമൊക്കെ നമുക്കിങ്ങനെ പീരിയഡ്സ് ആവും കേട്ടോ. 3 പ്രാവശ്യം, ഒരു മാസത്തിൽ 3 പ്രാവശ്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ ഇവരുടെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു സംഭവമാണ്. അപ്പോൾ അത് കാരണമാണ് ഞാൻ എന്ത് കാര്യം അങ്ങനെ തന്നെ കേട്ടോ. നാളെ ആവട്ടെ മറ്റന്നാളാവട്ടെ എന്ന് വിചാരിച്ചിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ മുടക്കും. എന്നിട്ട് എനിക്ക് ലാസ്റ്റിലെ വലിയ പൈസ ചിലവാക്കേണ്ടി വരും. എല്ലാ പ്രാവശ്യം അങ്ങനെ തന്നെ അല്ലേ സുകന്യേ? ആ മോര് കൂട്ടാന് കളയും. ആദ്യം പോയി നോക്കുക. അപ്പം ഞാൻ ഇന്ന് രാവിലെ മുതൽ കടത്തം തന്നെയായിരുന്നു. ഇപ്പോഴാണൊന്ന് നീച്ചിട്ടോ. വൈകുന്നേരം ആകുമ്പോഴേക്കും എൻ്റെ പൊന്നൂശേ, നമ്മുടെ പൊന്നൂശേ, ഞാനുണ്ടല്ലോ പൊന്നു എവിടെയായിരുന്നു ഏട്ടാ തുപ്പണ പോലെ കാണിക്കണോക്ക. വില്ലനായി അംഗനവാടി പോയി വന്നപ്പോൾ വില്ലനായി. ആരുടെ എങ്ങനെ എപ്പോ? അപ്പൊ ഈ എവിടെയായിരുന്നു? നീ കാണിച്ചില്ലേ? വല്ലാത്ത സാധനം. മാങ്ങ മുറിച്ചതോ? സുകന്യേ കുട്ടി കത്തിയൊക്കെ ഉള്ളപ്പോ എടുത്തു വെച്ചോ? കുട്ടികളെ നോക്കിക്കോ. കത്തി എന്താ ഒരു ഭാഗം അങ്ങോട്ട് മുറിഞ്ഞ എന്താ ചെയ്യാ? കുട്ടികളെ നോക്കിക്കോട്ടോ. ആകെ ആകെ നമ്മള് കഷ്ടപ്പെടുന്നത് അവർക്ക് വേണ്ടിയിട്ടാണ്. അവരെ നോക്കിയിട്ട് ചെയ്യേണ്ട പണികൾ ചെയ്താൽ മതി. ഇല്ലെങ്കിൽ അവിടെ കടന്നോട്ടെ അല്ലേ? എൻ്റെ കിച്ചൂനെയും കൊണ്ടാണ് ഞാൻ ആശുപത്രി തന്നെ. അവൻ ഒരു 4 വയസ്സ് വരെ ഞങ്ങൾക്ക് ആശുപത്രിയിൽ നിന്ന് വരാൻ പറ്റിയിട്ടില്ല. ഒന്ന് കഴിയുമ്പോഴേക്കും ഒന്ന്. പിന്നെ ചെക്കൻ്റെ നാള് ചതയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും പറയും ചതയെന്നാള് ചതഞ്ഞും കൊണ്ടാണെന്ന്. ഇനി അങ്ങനെ ചതഞ്ഞതാണെന്ന് അറിയില്ല. ഇനി ഇതും ചതയം തന്നെയല്ലേ? ചതയും ഇങ്ങനെയാണെങ്കിൽ എത്ര പ്രാവശ്യമാണ് കിച്ചൂന് എന്താ ആശുപത്രിയിൽ മറ്റൊരു 2 പേരും അങ്ങനെ ഇതായിട്ടില്ല. പക്ഷെ കിച്ചൂൻ്റെ പൊട്ടിത്തെറുപ്പ് ചില്ലറയൊന്നായിരുന്നില്ല കേട്ടോ. ലാസ്റ്റ് ഞാൻ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പോയി കഴിഞ്ഞപ്പോഴാണ് എൻ്റെ അമ്മയും കൂടി എന്നെ കണ്ടിട്ട് കരഞ്ഞേക്കണു. കാരണം ജില്ലാ ആശുപത്രിയിൽ ഞാൻ ഒരു ദിവസം കിച്ചൂനെ കൊണ്ട് അവിടെയാണ് കടന്നു. അതിൽ കുട്ടീനെ മാറ്റി പിടിക്കാനും ഒരാളില്ല, കുട്ടിക്ക് പാല് കൊടുക്കാനും പറ്റില്ല. ഒക്കെ പാടായിട്ടേ നമുക്ക് ആകെ പേടിയാവുക. ഞാൻ കിച്ചൂനെയും കൊണ്ട് കടന്നതിൻ്റെ അപ്പുറത്ത് ഒരു ചേച്ചി പൊള്ളലേറ്റിട്ട് വന്നിട്ട് കടത്തിക്ക് അതിനെ വിട്ടിട്ട് അതിങ്ങനെ ഞെരങ്ങും മൂളും കരയും ഒക്കെ ചെയ്യുന്ന വെക്കുമ്പോൾ നമുക്ക് ഇവരാരെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ധൈര്യമല്ലേ. എൻ്റെ അമ്മോ അന്ന് എനിക്ക് ഭയങ്കര പേടിയായത് ആശുപത്രി കേസും കാര്യങ്ങളും. ഓർമ്മയില്ലേ അത്? അന്ന് അമ്മ അനിയൻ്റെ അവരൊക്കെ
അങ്ങോട്ട് കണ്ടിട്ട് സങ്കടം വന്നിട്ട് എന്താ അവളുടെ മുഖമൊക്കെ നീര് വന്നൊക്കെ കരഞ്ഞിട്ടേ എനിക്ക് ഇതന്നെ പ്രാർത്ഥന, എൻ്റെ കുട്ടിയെ ഒന്ന് വേഗം കണ്ണും വിളിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ട് അവൻ അല്ലെങ്കിൽ ചിരിച്ചു കളിച്ച് അവനെങ്കിലും മിണ്ടു വെച്ചാൽ കുഴപ്പമില്ല. ഇങ്ങനെയൊക്കെ അനുഭവിക്കുമ്പോഴാണ് അതൊക്കെ അത് അറിയുള്ളൂ. ഇന്നും നമുക്കതൊരു വിങ്ങലാണ്. ഉണക്കമുളക് ഇട്ടോ നാളെ രാവിലെ ഉഴുന്ന് വെള്ളത്തിലിടാൻ പറയണം കേട്ടോ. എനിക്ക് ഓർമ്മയില്ല. അതൊന്നാമത് എന്താ വെച്ചാൽ പുട്ടുപൊടി നാളെ അരി വെള്ളത്തിലിടാൻ പറയണം കേട്ടോ. ഒന്നാമത് പുട്ടുപൊടി അതേപോലെ തന്നെ നൂൽപുട്ടുപൊടിയൊക്കെ റേഷൻ കടയിൽ പോയിട്ട് അരി വാങ്ങിയിട്ട് വരണം. കായപ്പേരിയായി കേട്ടോ. മഴയാണ്. പറങ്കിയണ്ടി പെറുക്കി വെക്കണം അല്ലേ. അണ്ടിപ്പുട്ട് അടിക്കാനുള്ള അണ്ടി തന്നെ ഇപ്രാവശ്യം കിട്ടുള്ളൂ എന്ന് തോന്നണം. വേറൊന്നും ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. ഇന്നേ ഏട്ടൻ്റെ മേമ വന്നിട്ടുണ്ടായിരുന്നേ. മേമ വന്നിട്ട് 4 മണി കഴിഞ്ഞിട്ടാണ് പോയത് കേട്ടോ. അയ്യേ അപ്പിച്ചക്കൻ എന്താ അതിന് പാപ്പു വേണം. അയ്യേ 4 വയസ്സായി. എന്താ അതിങ്ങനെ ചുട്ട് ചാവുന്ന തോന്നുന്നു നമ്മള് ചേട്ടാ. എല്ലാവടെയും ഉണ്ടാവും ചൂട്. ചൂടല്ല, ചൂടൊക്കെ വരാനിരിക്കണല്ലോ. മേടം കുംഭം മീനം മേടമാസിലൊക്കെ അപ്പയ്ക്കൊക്കെ ഇരിക്കും. ചക്കയും മാങ്ങയും കൂടി ആൾക്കാർക്ക് വേണ്ടി വരാത്തൊരു സമയമാവും കേട്ടോ. ഇനി ഈ ചൂടില് ചക്കയും കൂടി നിന്ന് ചിലപ്പോ ആവി വറക്കും മണ്ടേന്ന്. ചിക്കൻ കഴിച്ചാലോ? ചിക്കൻ കഴിച്ചു കഴിഞ്ഞാൽ എന്നിട്ടെന്താ കാര്യം? തണ്ണിമത്തം കഴിക്കണം നല്ലതാ. നാണുണ്ടോ, മാനുണ്ടോ, വെക്കുണ്ടോ? ചെക്കൻ്റെ അടുത്തേ പാല് കുടിക്കണ്ടെന്ന് പറഞ്ഞാലും ചെക്കൻ വെറുതെ കളിക്കാൻ നിൽക്കും. അപ്പോൾ ഇതാട്ടോ നമ്മുടെ ഉപ്പേരിയായി. നമ്മുടെ മറ്റേ കായല്ലേ, നാടൻ കായ, അതുണ്ട് കേട്ടോ ഇരിക്കണോ. അതെവിടെ ഇരിക്കണമെന്നറിയോ? നമ്മുടെ പുതിയ വീട്ടിലുണ്ട് ഇരിക്കണോ. രാധേടത്തര വീട്ടിൽ നിന്ന് തന്നത്. ഞാൻ വിചാരിച്ചു ഇത് ഉപ്പേരി വെച്ചിട്ട് നാളെ അതും മുതിരിയും പാടെ ഇട്ടിട്ട് ഉപ്പേരി വെക്കാലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാവും? കളയണ്ടല്ലോ എന്ന് വിചാരിച്ചു. ഇവിടെ മക്കൾക്ക് ഉരുളക്കിഴങ്ങ് അതെന്താണെന്നറിയില്ല, ഭയങ്കര താല്പര്യം കേട്ടോ. ഉണക്കമുളക് ചതച്ചത്, ഈ മോരുണ്ട്. മോര് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മൾ ഉപ്പും പച്ചമുളകും കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മോര് കുടിക്കും കൊണ്ട് അത്ര വലിയ ഇതറിയില്ല. പക്ഷെ മോര് കുടിച്ചാൽ നല്ല ചൂട്. ഇന്നലെ ഇല്ലേ നല്ല ചൂട് കുറയുന്നു. ചൂട് കുറയുന്നു. നമ്മുടെ തറവാട്ട് പുളി ഫുള്ളും പറഞ്ഞോട്ടോ എല്ലാവരും ചോദിക്കുന്നതാണ്. മുളക് വറുത്ത പുളി എന്തൊക്കെ എടുത്തെന്നൊക്കെ ഇത് ഞാൻ വീഡിയോ ഇനിയും കാണിച്ചു തരാം കേട്ടോ. കുറേ പേര് എപ്പോഴും ഇടയ്ക്ക് ലൈവ് കൂടെ പറയും പ്രത്യേകിച്ചിട്ട് മുളക് വറുത്ത പുളി ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ആണേ എന്നുള്ളത്. ഇതിനൊരു ഉണക്കമീൻ വേണം കേട്ടോ. ഉണക്കമീൻ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, എന്നാലും ഉണക്കമീൻ ഉണ്ടെങ്കിൽ ഇല്ലേ ഒന്നും കൂടി. 6 മണിയുടെ ബസ് വന്നു. ഉണക്കമീനോ കൂർക്കൊപ്പേരിയോ ഇടിച്ചക്കപ്പേരിയോ ഇതിനെന്തും പറ്റും. പയറുപ്പേരിയോ ഒക്കെ പറ്റും. കൈപ്പയ്ക്കയും ഒക്കെ പറ്റും കേട്ടോ. ഇനിയിപ്പോൾ ഇന്നത് വേണമെന്നൊന്നുമില്ല. ഇവിടെ ഞങ്ങളിതപ്പോൾ കായപ്പേരിയും പപ്പടമല്ലേ, പപ്പടം മുളക് വറുത്ത പുളിയും ചുട്ട പപ്പടം നല്ല ടേസ്റ്റാണ്. എൻ്റെ അച്ചമ്മ ഉള്ള സമയത്ത് അങ്ങനെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. ചില സമയത്തില്ലേ ഈ ചക്കക്കുരുവിൻ്റെ സമയം വരില്ലേ, ആ സമയത്ത് ചക്കക്കുരു വെറുതെ പുളി വയ്ക്കുമായിരുന്നു. പുളിയൊക്കെ ഇട്ടിട്ട് ഉണക്കമുളകും മഞ്ഞളൊക്കെ അരച്ചിട്ട്. ഇപ്പം നമ്മൾ എങ്ങനെ വെച്ച് കഴിഞ്ഞാലും ആ ഒരു അവർ വെക്കുന്നതിൻ്റെ ടേസ്റ്റ് കിട്ടില്ല. പിന്നെ വെറുതെ പറയുക എൻ്റെ അച്ഛമ്മ ഉണ്ടാക്കണം അത് ഈ ടേസ്റ്റ് കിട്ടി എന്നൊക്കെ പറയാം. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടില്ല. ഇല്ലല്ലോ, ഞാൻ അച്ഛമ്മ ഉണ്ടാക്കി കഴിച്ചിട്ടില്ല. അതാണ് അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ എനിക്കറിയില്ല. അല്ല, ഏട്ടൻ്റെ അമ്മ ഉണ്ടാക്കണ പല കറികൾ രുചി മാറിയില്ലേ? എങ്ങനെ ശരിയാവുന്നത്? ഇല്ലേ, അതൊക്കെ ആ സമയത്ത് അല്ലാണ്ട് ഇപ്പോൾ കഴിച്ചാൽ ശരിയാവോ? അന്നത്തെ രുചി വേറെ, ഇന്നത്തെ രുചി വേറെ.
പഴമയുടെ രുചി അല്ലേ? അതെ, ആട്ടുകല്ലിലും അമ്മിക്കല്ലിലും അരച്ച് പെനച്ച് വെക്കുന്നതിന്റെ രുചിയില്ലേ, അത് അതുകൊണ്ടാണ് ഞാൻ അലുമിനിയം ചട്ടിയിൽ പുളി വെക്കാൻ പാടില്ല. അല്ല, അതും കൊണ്ടാണ് എന്താ അനിയേട്ടൻ കണ്ടില്ലേ എനിക്കും അമ്മിക്കല്ല് വാങ്ങി തരാത്തത് കണ്ടോ? എന്താ വെച്ചാല് ആ പഴമയുടെ രുചി വന്നാലോ എന്ന് വിചാരിച്ചിട്ടല്ല, അമ്മയുടെ പൈസ പോയാലോ ഞാൻ വാങ്ങിയിരിക്കുന്നത്. ആരായിരിക്കും ഞാൻ അരക്കേണ്ടി. ചമ്മന്തി അന്ന് അമ്മിയിലല്ലേ ഇറച്ചി രാവിലെ? എപ്പോ? രാവിലെ തേങ്ങ ചമ്മന്തി അവിടെ എങ്ങനെ അരച്ചത്? ഞാൻ കണ്ടില്ല, അതുകൊണ്ട് എന്തിനാ അരച്ചാലും. ഞാൻ അമ്മിയിൽ അരച്ചത് തേങ്ങ ചമ്മന്തി. അരക്കണേ അതിനല്ലേ ഇപ്പൊ അമ്മി. എന്താ ജിമ്മിന് പോകുമ്പോ നമുക്ക് ഇങ്ങനെ 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 പിടിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അമ്മിയിൽ അരക്കുകയാണ് പറഞ്ഞാൽ ഇതൊരു എക്സസൈസ് ആണ് കേട്ടോ, അല്ലേ? എക്സസൈസും കഴിക്കാൻ രുചി എല്ലാം ഉണ്ടാവും. അമ്മിയിലര ചെയ്യണക്ക് നന്നു. ഞാൻ അതിൽ തെണ്ടി തിരിഞ്ഞിട്ട് വന്നു. ഇവനെ കണ്ടാ ചാത്തപ്പം കൊത്തുകയാണ്, ഇവനെ കണ്ടാ കൊത്തുകയാണ്. എന്താ ഒരു വീട്ടിലെ ആൾക്കാർ ഇങ്ങനെ തമ്മിൽ തല്ലി ഓടുന്ന എനിക്ക് അറിയണില്ല. തല വെച്ച് നലോറ് നോക്കിട്ട് തിന്ന് വന്ന് കടിക്കുമോന്ന് വിചാരിച്ചിട്ടാണ്. കടിക്കല്ല കൊത്തുക. കടിക്കല്ല കൊത്തുക. കൊത്തുവോന്ന് വിചാരിച്ചിട്ടാണ്. എന്താ ആട്ടുകല്ല് അമ്മിക്കല്ലൊക്കെ വാങ്ങണേട്ടാ. തീ ഒരു കൊള്ളി എന്താലേ ഇപ്പൊ പകല് കൂടുതലാവുന്നുണ്ട് അല്ലേ? പകല് കൂടുതലാണ്. അപ്പം ഇനി കുറച്ച് പാത്രം കഴുകാണ്ട് ഉള്ളൊന്ന് അടിച്ചു വരിയിരുന്നു. യോ എന്തോ ഒരു ചൂട് നമുക്കില്ലേ. ഉച്ച സമയത്തൊന്നും സത്യം പറയുക ഭക്ഷണമേ വേണ്ട കേട്ടോ, ഭക്ഷണം കഴിക്കാനേ തോന്നില്ല. ഈ മക്കളുടെ പണിയാണ്. ആ കറിയില്ലേ, ആ കറി ഒഴിവാക്കിക്ക. മോരിക്കൂട്ടാൻ ഞങ്ങളുടെ ഈ പ്ലാവ് ഇവിടെയുള്ള പ്ലാവുകളിൽ വെച്ചിട്ടില്ലേ അടിപൊളി ചക്ക. ഈ ചക്കയാണ് കേട്ടോ. ഈ ചക്കയുടെ ചുളല്ലേ തേരിൻ്റെ മധുരം അല്ലേ? അതേപോലെ തന്നെ ചുള നല്ല കട്ടിയാണ്, നല്ല മധുരമാണ്. കൂട്ടാൻ വെക്കുകയാണ് വെച്ചാലേ. കഴിഞ്ഞ വർഷം കന്നിച്ചക്ക തന്ന അടിപൊളിയാണ്. പിന്നെ എൻ്റെ അമ്മോ ഞങ്ങൾക്ക് മദ്യയിലാണല്ലേ. ഇപ്രാവശ്യം എന്താണെന്നല്ലേ, അതാ ഉമ്മർത്ത് നിൽക്കുന്ന ചക്കല്ലേ, ആ ചക്ക നമ്മൾ എന്താ ചുള പറിക്കണമെങ്കിലേ ഒരു ദിവസം പണിയെടുക്കണം. ഒരു കൂട്ടാനുള്ള ചുള പറിക്കണമെങ്കിൽ അത്രയും കുഞ്ഞു ചക്ക. എന്തോ ചോള ഏതാ മറ്റേത് ഏതാ? കഴിഞ്ഞോ? അല്ലേ മുത്തല്ലേ സ്വർണ്ണല്ലേ കുഞ്ഞുണ്ണി അല്ലേ? പോയി കളി കഴിഞ്ഞോ? കഴിഞ്ഞോ പന്നാ? ഇതാ നമ്മുടെ പുളി കണ്ടോ, പവർഫുൾ ആൻഡ് എങ്ങനെ പറയട്ടെ, ആരെ തക്കാളി അതിൻ്റെ ഉള്ളിലേക്ക് എടുത്തിട്ടാണോ. ഈ മക്കളുടെ പണിയാണ് കേട്ടോ അത്. ഇതാ പുളി ഇതില്ലേ നാളേക്ക് വെള്ളച്ചോറിൽ വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി കൂട്ടി കഴിച്ചാൽ അടിപൊളി. അപ്പൊ ഞാനില്ലേ വൈകുന്നേരം പപ്പടം കാച്ചനട്ട വണ്ണേ ഞാൻ അവിടെ വെച്ചാ പോയോ? പപ്പടം 3 മുട്ടയില്ലേ? ശരി. ഉത്തരവാദിത്വ ബോധം എനിക്ക് വയ്യ. ഒരു തണ്ണിമത്തൻ അതിലാണ്ട് കടയിൽ നിന്ന് വാങ്ങിട്ട് വന്നിട്ടുണ്ടെങ്കിലോ? അവിടെ തണ്ണിമത്തല്ല. പോയോ നിങ്ങള്? തണ്ണിമത്തൻ കഴിഞ്ഞു അത്രേ. മത്തനുണ്ടോ? വേണം വാങ്ങിച്ചു തരാം. എന്താണ് തണുപ്പിന് നല്ലതാ സൂന്യം? തണ്ണിമത്തൻ മതി. എന്താണ് മത്തനും വെള്ളപ്പയറുമ്പാടെ കറി വയ്ക്കാം. ഇന്ന് വേണ്ട, നാളെ. ഇത് സൂര്യയുടെ ഓൺലൈനിൽ ടോപ്പല്ലടി. ഓൺലൈൻ ടോപ്പ് നല്ല രസമുണ്ട്. എനിക്കുണ്ട് കേട്ടോ അതേപോലത്തെ ഒരു ടോപ്പ്. പക്ഷെ എനിക്കതില്ലേ ഇതിൻ്റെ കൈ ഇങ്ങനെ കാണുമ്പോൾ ഇടാൻ തോന്നുന്നില്ല, ചിറക് പോലെ. ഞാൻ ഇട്ടപ്പോൾ എന്താ ഇവരൊക്കെ പറഞ്ഞു ഇട്ടോ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. പക്ഷെ പിന്നെ എന്താണെന്നറിയില്ല, നാണക്കേട്. അമ്മൂനോട് ഇട്ടോളം പറഞ്ഞപ്പോൾ അമ്മയുടെ ഡ്രസ്സ് ഞാൻ ഇടണമെന്നുണ്ടെങ്കിൽ എത്ര ചെറുതാക്കണം അമ്മ എന്ന്. നീ ഇട്ടോന്നത്
ഒരു കറുപ്പിൽ വെള്ള പുള്ളി. ഭയങ്കര ക്ഷീണം കേട്ടോ. അപ്പോൾ കുറച്ചേ ഉപ്പിട്ട് കഞ്ഞിവെള്ളം കുടിക്കട്ടെ. അടുപ്പത്തുനിന്ന് ചൂടുള്ള വെള്ളം കുടിക്കട്ടെ. നോക്കണോ അങ്ങോട്ട് വെക്കൂ. നമ്മളെ എന്താ ഇങ്ങനെ ക്ഷീണം തോന്നുന്ന സമയത്തില്ലേ കുറച്ച് കഞ്ഞിവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് ഇങ്ങനെ കുടിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഉഷാറുണ്ടാവും കേട്ടോ അല്ലേ? പിന്നെ ഗ്ലൂക്കോസിൻ്റെ ഫലം ചെയ്യും. എന്നെ തട്ടരുത് കേട്ടോ, ഞാൻ ചൂടുള്ള കഞ്ഞിവെള്ളം കുടിക്കും. അയ്യേ വയർ അതിന്റെ എന്താ കല്ല് പോന്നേ. കല്ല് അതിന്റെ മുകളിൽ വെള്ളം വെക്കണ്ട തന്നെ. ഞാൻ പിടിക്കണോ? അപ്പൊ ഒരു കല്ലോടെ പോയി അവിടെ പോയി. അയ്യോ പറ്റിച്ചേ. കയ്യില്ലേ കയ്യ് ഇനി കത്തി എടുത്ത് കളിച്ചാ ഇനിയും കയ്യ് മുറിയും കേട്ടോ. കത്തി മടാളും കെടുക്കാനല്ല. മനസ്സിലായില്ലേ? അതെടുത്ത് കളിച്ച് കയ്യ് മുറിയെന്ന് മനസ്സിലായില്ലേ? ഇനി എന്റെ കുട്ടി തോട്ടില്ല കേട്ടോ. ഞാനാണ് പറഞ്ഞ ചോര കണ്ട അപ്പൊ ബോധം കെടും. ചന്തള്ള കോങ്ങാടാണ്. വേറെ ചന്തയിൽ അവിടെ എനിക്കറിയില്ല. എന്റെ വളടണ്ടേ? എന്റെ വളയില്ലേ കുപ്പിവള? ഓ പറയണ്ട നീ 2 ഡസൻ ഞാനിപ്പോ എടുത്തിട്ട് തരാം കേട്ടോ. ആ സുകന്യല്ലേട്ടാ ഈ 2 ഡസൻ എന്ന് പറയുന്നതില്ലേ, ഞാൻ അവളോട് 1 ഡസൻ തരുമോടി ചോദിച്ചപ്പോ അവൾ തന്നില്ല. എന്താ ഓർമ്മ ഉണ്ടേട്ടാ വള ഇതിന്റെ ഉള്ളിൽ വെക്കാന്, ഡൈനിങ് ടേബിളിന്റെ ഉള്ളിൽ വെക്കാന്? ഡൈനിങ് ടേബിളിന്റെ ഉള്ളിൽ വെക്കാൻ പറഞ്ഞ അവള് തരും. പിന്നെ ഇടാൻ തരുന്നല്ലാണ്ട് ഡൈനിങ് ടേബിളിനുള്ളിൽ വള വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് എടുക്കുവോ? അവിടെ നിന്ന് കേടുന്ന് പോകുന്നല്ലാണ്ട് ഉപയോഗിക്കാനാണെങ്കിൽ ഒരാൾ കൊടുക്കുക. വെറുതെ കളയാൻ കൊടുത്തിട്ട് എന്താ? എന്താ പൊന്നാ നമ്മുടെ കുട്ടിച്ച് എന്താ വേണ്ടി ചേട്ടാ? നമ്മുടെ കുട്ടിച്ച് എന്താ വേണ്ടി? ചന്ദ്രനും എവിടെ? എന്താ വളേ? സോനി ഈ വീഡിയോ കണ്ടിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞാലോ. ഇവിടെ വളയുടെ കാര്യം പറഞ്ഞു കൊടുക്കുക. ഇതില്ലേ ഇങ്ങനെ ഇട്ടാലോ? എങ്ങനെ വേണ്ടിച്ചിട് രസമുണ്ടത്. ഓ രസമുണ്ട്. കൊറേ ദിവസം ഇതിന്റെ വളകൾ ഞാൻ ഇടാണ്ടിരിക്കണേ. ഈ സുകന്യ കാരണം ഞാൻ വള ഇടാതിരുന്നു. ആണോ? എന്ത് ഇത് ഇടണോ? സുകന്യോട് ചോദിച്ചു കേക്ക്. അനിയൻ വന്നു വന്നേ. അപ്പൊ നമുക്ക് ദൂരണോ? ദാ എത്ര മാസമായില്ലേ നമ്മള് ഫങ്ഷൻ കഴിഞ്ഞ് 1 മാസമായിട്ട് നമ്മൾ കുപ്പിവളകൾ ഇടാറില്ല കേട്ടോ. പിന്നെയും തുടങ്ങി നമ്മുടെ കരിവള കേട്ടോ. കരിവളയല്ല തോനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതും കൂടി ഇടാന്ന്. ഇതിൻ്റെ കളർ പോണ വരെ അതിങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഇതാ ലസൂലി കുറേ ഉണ്ട് ഇതുണ്ടോ എൻ്റെ കയ്യത്ത് ഈ വളല്ലേ. ഇനി കുറേ നിൽക്കുമോ. എനിക്ക് ചായ വേണേ. അപ്പോൾ എന്താ നമ്മുടെ കിച്ചുട്ടൻ്റെ കാലിൻ്റെ ഇത് കൂടെയൊക്കെ ഇങ്ങനെ ചെറിയൊരു ഉണലുകൾ വരിക കേട്ടോ. അപ്പോൾ ഏട്ടന് അവനെയും കൊണ്ട് ആശുപത്രി പോട്ടേന്ന് വിചാരിച്ചു. അപ്പം ഇന്ന് സത്യം പറയാ ഓരോരുത്തർ ഇങ്ങനെ വന്നിട്ടേ വർത്താനം പറഞ്ഞിട്ട് അങ്ങനെ സമയം പോയേ. അപ്പോൾ നമ്മൾ വിശേഷം നിർത്തുകയാണ് കേട്ടോ. ലസു നിങ്ങൾക്ക് വേണ്ടോ? അടിപൊളി കട്ടൻ ചായ ഇല്ലേ വെക്കാൻ അറിയണം ശരിക്കും വന്നതെന്ന് വെച്ചാൽ. ചിലർ കട്ടൻ ചായ നല്ല കടുപ്പം കൂടും, കുറേ മധുരം കൂട്ടും. കാരണം കട്ടൻ ചായ ഈ ഒരു ലെവലിൽ കുടിക്കുമ്പോഴാണ് കേട്ടോ ചായയുടെ ഒരു ടേസ്റ്റ് അറിയുള്ളൂ. ചായയുടെ കാര്യം പറയുമ്പോഴാണ് ഇന്നലെ ഞങ്ങൾ എവിടെയോ പോയപ്പോൾ ഒറ്റപ്പാലത്ത് പോയപ്പോൾ ഒരു കടയിൽ നിന്ന് നമ്മൾ കട്ടൻ ചായ കുടിച്ചു കേട്ടോ. ഏലക്കയില്ലേ പട്ട ഒക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ചേട്ടാ. ഞങ്ങളൊരു 2-3 ഗ്ലാസ്സെങ്കിലും ഒരാൾ കുടിച്ചിട്ടുണ്ടാവും അല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ചായ വെച്ചത് മക്കളൊക്കെ ഇവിടെയാണ്. അനിയൻ
ചന്തയ്ക്ക് പോയിട്ടോ. ഏട്ടെന്നാ പൊക്കോളി. ശരി, നാളെ കാണാം. അപ്പം നാളെ വിശേഷം കാണാം.